ഇടപെട്ടു, സമൂഹത്തിന്റെ സൈദ്ധാന്തിക വിഷയങ്ങളിൽ ഇടപെട്ടു. അവർ സമൂഹത്തിന് ഉത്തേജനം നൽകി. അതിന്റെ തെളിവല്ലേ 1461 ജനിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒന്നാമത്തെ മഖ്ദൂം അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി പൊന്നാനിയിൽ നിന്നല്ലേ ആ മഹാപണ്ഡിതൻ ആദ്യമായി തഹ്രീലു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാനി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ പുസ്തകം അതാണ്. അതിനെ മുമ്പൊരു പുസ്തകമുണ്ടായി പറയട്ടെ. എത്ര സമുദായങ്ങൾ ഇവിടെ ജീവിച്ചു, എത്ര സാഹിത്യകാരന്മാർ ജീവിച്ചു പോയി. പോർച്ചുഗൽ ആധിപത്യം ആരംഭിച്ച നാൾ മുതൽ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരു സാഹിത്യ സൃഷ്ടി മലബാറിലെ മാപ്പിളമാരെ പോർച്ചുഗീസ് വിരുദ്ധ സമരത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം ആദ്യം എഴുതിയത് പൊന്നാനിലെ മഖ്ദൂമ. രണ്ടാം സ്ഥാനം മഖ്ദൂമിന് തന്നെയാണ്. രണ്ടാമത്തെ മഖ്ദൂം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന സെക്കൻഡ് മഖ്ദൂം, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ ബുർത്തുഗാലിയീൻ. പോർച്ചുഗീസ് വിരുദ്ധ കലാപത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. പോർച്ചുഗീസുകാർക്കെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതേപോലെ തന്നെ കോഴിക്കോട്ടെ ഖാദി മുഹമ്മദിന്റെ ഫതഹുൽ മുബീൻ, ആ ഗ്രന്ഥവും ഇതിന് തുല്യമാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അവതീർണമാകുന്ന കാലത്ത്, അത് ജനങ്ങൾ അവതരിപ്പിക്കുന്ന കാലത്ത് അത്തരമൊരു ഗ്രന്ഥം വേറെ ഒരു സമുദായത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് അവരുടെ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സംഭാവന മറച്ചു വെക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ സംഭാവനകൾ എടുത്തു ധരിച്ചാൽ മാത്രം മതി, മറ്റുള്ളവരെ കുറച്ച് കാണിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മഖ്ദൂമികളുടെ സേവനം മതരംഗത്തുണ്ടെങ്കിൽ സാമൂഹ്യ രംഗത്തും ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രതിഭാസമ്പന്നരായ നേതാക്കളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ആ ചരിത്രകാരന്മാരൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമിയിലും ചെറുതല്ലാത്ത സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടുഗീസുകാരെ മലബാറിന്റെ മണ്ണിൽ ഈ രീതിയിൽ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അകറ്റുന്നതിന് വേണ്ടി ആഹ്വാനം വന്നപ്പോൾ ശരിക്കും അന്നത്തെ രാജാക്കന്മാർക്ക് സേവനം ചെയ്തിരുന്ന മുസ്ലിം പടയാളികൾ, പ്രത്യേകിച്ച് കുഞ്ഞാലി, ഒരു കുഞ്ഞാലി കുടുംബം എന്ന് പറയുന്ന 4 തലമുറ കുഞ്ഞാലിമാർ ചരിത്ര പുസ്തകത്തിൽ മനോഹരമായി പറയുന്ന ഡോക്ടർ സി കെ കരീം സാർ അത് തപ്പിയെടുത്ത് എഴുതിയിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയറക്ടറി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഫസ്റ്റ് വോളത്തിൽ മനോഹരമായി പറയുന്നു 1528 കുട്ടിയാലി മരക്കാർ. ഒരു കുഞ്ഞാലി മരക്കാർ മാത്രമൊന്നുമല്ല, കുട്ടിയാലി മരക്കാർ 1558 കുട്ടിപ്പോക്കർ മരക്കാർ, 1571 പട്ടുമരക്കാർ, 1595 മുഹമ്മദ് കുഞ്ഞാലി. 4 കുഞ്ഞാലിമാരാ, 4 തലമുറ കുഞ്ഞാലിമാർ. ഓക്കെ നമ്പ്യാരുടെ പുസ്തകമുണ്ട്, ദ കുഞ്ഞാലീസ് അഡ്മിറൽസ് ഓഫ് കാലിക്കറ്റ്. അഡ്മിറൽ എന്ന് പറഞ്ഞാൽ അമീറുൽ ബഹ്റാൻ. അമീറുൽ ബഹ്റാൻ അഡ്മിറൽ, കടലിന്റെ അധിപൻ. അന്ന് വേറെ ചില സമുദായങ്ങൾ കടൽ കടക്കാൻ പാടില്ല എന്നാ പറയുന്നത്. നമ്മളോ കടലിന്റെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ലോകത്ത് സഞ്ചരിക്കുക. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്നത് ഇബ്നുൽ മാജിദിന്റെ മാപ്പ് നോക്കിയിട്ടാ. അയാളുടെ മാപ്പ് ഇല്ലെങ്കിൽ വാസ്കോഡി ഗാമക്ക് കോഴിക്കോട്ട് വരാൻ പറ്റൂല. നമ്മളൊന്ന് മാപ്പ് വരയ്ക്കുകയും ആകാശത്തേക്ക് നോക്കി സൂര്യചന്ദ്രാദികളുടെ ചലനം നിർണ്ണയിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ കണക്ക് കൂട്ടുകയും ചെയ്തിരുന്ന ഗവേഷകരാ. നമ്മളെപ്പോലെ ഗവേഷണ തൃഷ്ണയുള്ളവരാരാ ലോകത്ത്? നമ്മളെപ്പോലെ ഗവേഷണം നടത്താൻ മതം നിർബന്ധിച്ചവരാരാണത്? കിബില വരെ ഇജ്തിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇജ്തിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കിബില വെറുതെ കിട്ടുമോ? ആകാശത്ത് നോക്കിയിട്ട് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി പഠിച്ചുകൊണ്ട് ലോകത്ത് സഞ്ചരിച്ച് ഹജ്ജ് ചെയ്യേണ്ടവരാ നമ്മൾ. സൗദി അറേബ്യയിലേക്ക് പോകണമെങ്കിൽ യാനപാത്രം വേണ്ടേ? ഇന്നല്ലേ സൗകര്യപ്രദമായ വാഹനങ്ങളുള്ളത്? അന്നൊക്കെ അതിന് ഗവേഷണം നടത്താനും ദിശ നിർണ്ണയിച്ചുകൊണ്ട് നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ പോലെ വളരെ വ്യക്തമായി ദൂരദിക്കിൽ നിന്ന് മനുഷ്യന്മാർ വരും എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അവരെങ്ങനെ ദിശ അറിഞ്ഞു? ആ അന്വേഷണ തൃഷ്ണ അത് മുസ്ലിമിന്റെ കടമയാണ്, അത് കടപ്പാടാണ്. അതുകൊണ്ടാണ് ഓക്കെ നമ്പ്യാര് കുഞ്ഞാലിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അഡ്മിറൽസ് ഓഫ് കാലിക്കറ്റ് എന്ന് എഴുതാൻ കാരണം. പക്ഷേ ആ കുഞ്ഞാലിമാരെ പലരും ചരിത്രത്തിൽ മാനിച്ചില്ല. ആന്ത്രോ ഫുട്ടോഡോവിന്റെയും അതുപോലെ തന്നെ ഡോൺ പെട്ടോറോസിന്റെയും ഒക്കെ അതിശക്തമായ മുന്നേറ്റത്തിനെതിരെ ഇരിങ്ങൽ കോട്ടിൽ നിന്നുകൊണ്ട് കുഞ്ഞാലി പറഞ്ഞൊരു വാക്കുണ്ട്, അത് രാജ്യസ്നേഹത്തിന്റെ വാക്കാ. കുഞ്ഞാലി പറഞ്ഞു, ആന്ത്രോ ഫുട്ടോഡോ, നിങ്ങൾ എന്നോട് കീഴടങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ കുഞ്ഞാലി ഉണ്ടാവില്ല. നിങ്ങൾക്ക് കീഴടങ്ങാൻ കുഞ്ഞാലിയുടെ ജഡത്തിനെ കഴിയും. ഞാൻ എൻ്റെ രാജാവ് സാമൂതിരി പറഞ്ഞാൽ മാത്രം അനുസരിക്കും. അവസാനം ബ്രിട്ടീഷുകാർ അവസാനത്തെ സാമൂതിരിയെ സ്വാധീനിച്ചുകൊണ്ട് കുഞ്ഞാലിയെ കുടുക്കിയതാണ്. അങ്ങനെയാണ് കുഞ്ഞാലിയെ ഗോവയിലെ വൈസ്രോയിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ കൊണ്ടുപോയി ആ കൊട്ടാരത്തിന്റെ തറമേൽ കയറ്റി നിർത്തി തലവെട്ടി ശരീരം 4 പിളർപ്പുകളാക്കി കുന്തത്തിൽ കണ്ണൂരിൽ പല സ്ഥലത്തും നാട്ടിയത്. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പോർച്ചുഗീസുകാർ പറഞ്ഞു. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിന്റെ ഓരവും തീരവും കാത്ത, അറബിക്കടലിന്റെ അലമാലകൾ ചോപ്പിച്ചുകൊണ്ട് സാമൂതിരിക്ക് സേവനം ചെയ്ത വലിയൊരു മനുഷ്യനായിരുന്നു കുഞ്ഞാലി. ആ കുഞ്ഞാലിയെ ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല. കുഞ്ഞാലിയുടെ ചോര നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ചോരയാണ്, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. കുഞ്ഞാലിയെ മാറ്റിവെച്ച് പോർട്ടുഗീസ് അധിനിവേശത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, 1819 ഇന്ത്യ മഹാരാജ്യത്ത് അതിശക്തമായൊരു മുന്നേറ്റം ബഹുമാനപ്പെട്ട ഉമർ ഖാദി നടത്തി. ഉമർ ഖാദി എന്ന് പറയുന്ന മനുഷ്യൻ 1819 ഡിസംബർ 18 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉമർ ഖാദി തങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല.
ആർക്കറിയാം ഉമർ ഖാദി തങ്ങളുടെ പങ്കിനെ കുറിച്ച്? കേവലം ഒരു മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു മല്ലാക്ക എന്ന രീതിയിൽ ചരിത്രകാരന്മാർ പറയുന്ന ഉമർ ഖാദി അദ്ദേഹം ചില്ലറക്കാരനല്ല. ആ ഉമർ ഖാദി തങ്ങളാണ് ആദ്യമായി ഇന്ത്യയിൽ നികുതി നിഷേധ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാക്കിയത്. പിന്നല്ലേ നമ്മുടെ രാജ്യത്ത് ആ സംഭവം. അന്ന് ഗാന്ധിജി ഉണ്ടോ ലോകത്ത്? ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഈ രാജ്യത്ത് ഈ സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ്, ഗാന്ധിജി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര ഭടൻ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ്, നിങ്ങൾ ഓർക്കണം, പള്ളി മെഹ്റാബിൽ വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണ്ട, അത് ലാലിമീങ്ങളാണെന്ന് പറഞ്ഞ മനുഷ്യൻ മുസ്ലിമിന്റെ പ്രതിനിധിയാണ്. ഞാൻ ഗാന്ധിജിയെ ചെറുതാക്കി പറയുകയല്ല, ഗാന്ധിജി മഹാനാണ്, ഇന്ത്യൻ രാഷ്ട്രപിതാവാണ്. സഹനശക്തിയോടെ ബ്രിട്ടീഷുകാരന്റെ എല്ലാ അഹന്തക്കും മറുപടി കൊടുത്ത മനുഷ്യനാണ്. ആ ഗാന്ധിജിയെ ഞാൻ ഒരിക്കലും ചെറുതാക്കാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഗാന്ധിജി എന്ന വാക്ക് ഇന്ത്യയിൽ മുഴങ്ങി കേൾക്കുന്നതിന്റെ മുമ്പ് ഉമർ ഖാദി തങ്ങൾ പള്ളിയുടെ മെഹ്റാബിൽ വെച്ച് പറഞ്ഞു നികുതി കൊടുക്കണ്ട. ആ ഉമർ ഖാദി തങ്ങളുടെ സഹന സമരം, അല്ലെങ്കിൽ ആ പ്രതിഷേധ സമരം, അല്ലെങ്കിൽ ആ നിസ്സഹകരണ സമരം, അതാണ് പിന്നെ ഗാന്ധിജി ഏറ്റുപിടിച്ചത്. ആ സമരമാണ് ഗാന്ധിജി പിന്നെ ഏറ്റുപിടിച്ചത്. ബ്രിട്ടീഷുകാരോട് സഹകരിക്കണ്ട, അതാണ് നിസ്സഹകരണം. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ നിസ്സഹകരണം എന്ന വാക്ക് ആദ്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഉമർ ഖാദി തങ്ങളാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഉമർ ഖാദി തങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ സഹകരിക്കാതെ നിൽക്കണമെന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹത്തോട് അതേ രീതിയിൽ അത് പറയാൻ പ്രേരിപ്പിച്ച മറ്റൊരു ചരിത്രം കാണുന്നില്ല. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു. അദ്ദേഹം നികുതി കൊടുക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നികുതി പിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു. കാരണം ആള് പറഞ്ഞയച്ചിട്ട് അദ്ദേഹം അംഗീകരിച്ചില്ല. അംശം അധികാരിയുടെ ആള് നികുതി പിരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നികുതി തരില്ല എന്ന് പറഞ്ഞു. കമ്പനി ഭരണകൂടത്തെ ആക്ഷേപിച്ചു. അപ്പോഴാണ് അംശം അധികാരി മോത്താരി ശങ്കരമേനോൻ എഴുതിയത്, ബ്രിട്ടീഷുകാർക്ക് എഴുതി. എന്താ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എഴുതിയത്? വെളിയങ്കോട് കാക്കത്തറയിൽ ആലി മുസ്ലിയാർ മകൻ ഉമർ മുസ്ലിയാർ 48 വയസ്സ് കമ്പനി ഭരണകൂടത്തിന് നികുതി തരില്ല എന്ന് എന്നോട് പറയുകയും ഭരണകൂടത്തെ അധിക്ഷേപിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കയാൽ എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇനി നികുതി പിരിക്കാൻ സാധ്യമാകയാൽ മേൽ നടപടികൾ സ്വീകരിച്ചു കൊള്ളേണ്ടതാകുന്നു എഴുതി കൊടുത്തു. അവിടെ പോലീസുകാർ വന്നു. തുക്കിടി കച്ചേരി പോലീസ് വന്നപ്പോൾ എന്താ ആവശ്യം എന്ന് ചോദിച്ചു. തുക്കിടി സാഹിബിന്റെ പ്രതിനിധിയായിട്ടാണ് പോലീസ് വന്നത്. തുക്കിടി സാഹിബ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തുക്കിടി സാഹിബ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരാം, നീ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ വരാം, നീ പോയിക്കോളൂ. തുക്കിടി സാഹിബിന്റെ പ്രതിനിധിയായി വന്ന പോലീസ് പോയി. ഉമർ ഖാദി തങ്ങൾ നേരെ തുക്കിടി ഓഫീസിലേക്ക് ചെന്നു. അന്ന് ചെന്നിട്ട് ചോദിച്ചു, നീബു ആണെന്ന് തുക്കിടി. നീബു സാഹിബ് എവിടെയെന്ന് ചോദിച്ചു. പേര് പറയാൻ പാടില്ല. ബഹുമാനത്തോടു കൂടി തഅദീമിന്റെ പദത്തോടു കൂടിയ ബ്രിട്ടീഷുകാരെന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അദ്ദേഹം അവിടെ ഉണ്ടെന്നൊരു കസേര വലിച്ചിട്ട് ഇരിക്കുകയും ചെയ്തു. രണ്ടും തെറ്റാണ്. പേര് വിളിച്ച് ചോദിച്ചതും തെറ്റ്, കസേരയിൽ ഇരുന്നതും തെറ്റ്. പോലീസുകാർ ഇങ്ങനെ അന്തം വിട്ടു. സാഹിബ് പുറത്തു വന്നു. അദ്ദേഹം പുറത്ത് വന്നിട്ട് എന്ത് ചോദിച്ചു? നിങ്ങളാണോ കമ്പനി ഭരണകൂടത്തിന് നികുതി തരില്ല എന്ന് പറഞ്ഞ ഉമർ എന്ന് ചോദിച്ചു. അതേ ആള് ഞാനാന്നോ? എന്താ നിങ്ങൾ അങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും കാരണം എന്ന് വെച്ചു. നിങ്ങൾ ലാലിമീങ്ങളായ ഗവൺമെന്റ് ഞങ്ങൾ നികുതി കൊടുക്കൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നികുതി തരേണ്ട ബാധ്യതയില്ലാതെ ഞങ്ങളെ നാടാന്ന് പറഞ്ഞു. ആദ്യമായിട്ട് അങ്ങനെ ഒരു ശബ്ദം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ. ഉദ്യോഗസ്ഥൻ ദേഷ്യപ്പെട്ട് ചാടിയെന്ന് ചോദിച്ചു, വാട്ട് ഡു യു സേ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ തിരിച്ചു പറഞ്ഞു, മാതാ തക്കൂലിയ ബത്താൽ എന്ന് ചോദിച്ചു. രണ്ടുകൂട്ടർക്കും വളരെ മനോഹരമായ മറുപടിയാണ്. ദേഷ്യപ്പെട്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തെ പിടിച്ചു, അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. അദ്ദേഹത്തെ ലോക്കപ്പിലിട്ടത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട്. വെളിയങ്കോട്ട് എന്ന് പ്രസിദ്ധീകരിച്ച ചരിത്രത്തിൽ പോലുണ്ട്. അദ്ദേഹത്തെ ലോക്കപ്പിലിട്ടു. ലോക്കപ്പിൽ അദ്ദേഹം നിസ്കാരം അതുപോലെയുള്ള ദിക്ർ പോലുള്ള കർമ്മങ്ങളിൽ മുഴുകി. രാത്രി അദ്ദേഹം സുജൂദിൽ കിടന്ന് നിസ്കരിക്കുന്ന രംഗം കാവൽ നിൽക്കുന്ന പോലീസുകാർ കണ്ടിട്ടുണ്ട്. 2 പോലീസുകാർ കാവൽ നിൽക്കുക. 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാവൽ നിന്ന് ആ കാവലിൽ അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ട് ഇവർ ഉറങ്ങിപ്പോയി. പ്രഭാത സമയമായി സെല്ലിലേക്ക് നോക്കുമ്പോൾ ഉമർ ഖാദി തങ്ങളില്ല. സെല്ലിന് യാതൊരു കുഴപ്പമല്ല. എങ്ങനെ ചാടിപ്പോയി എന്നവർക്കറിയില്ല. അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. എന്തോ ആത്മീയ കരുത്ത് കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ളവർക്ക് അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ആ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസുകാർ പരിശോധിച്ചു, ചരിത്ര രേഖയാണ്. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. അവർ പറഞ്ഞു, രാത്രി അദ്ദേഹം നമസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ട് പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. താക്കോലോ അല്ലെങ്കിൽ അതിന്റെ പൂട്ടോ ഒന്നും തകർക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഉടനെ തന്നെ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചു. പട്ടാളം ഇറങ്ങി നാട് മുഴുക്കെ ഒരു പ്രഗത്ഭനായ തടവുപുള്ളി രക്ഷപ്പെട്ടതുപോലെയുള്ള എല്ലാ ആരവങ്ങളും. മഹാനവറുകൾ വളരെ സുഖമായി നേരെ കോടഞ്ചേരി പള്ളിയിൽ വന്നിട്ട്, കോടഞ്ചേരി എന്ന് ചരിത്ര പുസ്തകത്തിൽ കാണുന്നുണ്ട്, മലങ്കോട് എന്നും ആ സ്ഥലത്തിന് പേരുണ്ടത്രേ. ആ സ്ഥലത്ത് പള്ളിയിൽ വന്നിട്ട് സുബൈ നിസ്കരിക്കുക. അപ്പോഴാണ് അദ്ദേഹത്തിന് വിവരം കിട്ടുന്നത് വെളിയങ്കോട് ആകെ പട്ടാളം വളഞ്ഞിട്ടുണ്ട്. ഈ വിവരം കിട്ടിയപ്പോൾ ഉമർ ഖാദി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചു, വെളിയങ്കോട്ടുകാരെ ദ്രോഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നേരെ വന്ന് വെളിയങ്കോട്ട പള്ളിയിൽ കയറി. ബഹുമാനപ്പെട്ടവർ
ളുഹ നമസ്കരിച്ച് ദുആ ചെയ്ത് പുറത്തേക്കുണ്ടിറങ്ങി. എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു പോലീസുകാരോട്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ തടവിൽ നിന്ന് ചാടിപ്പോന്നു. നിങ്ങൾ ഉദ്യോഗസ്ഥനായ നീബു സാഹിബിനെ അപമാനിച്ചു. ഈ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹം നീബു സാഹിബിന്റെ മുഖത്ത് അടിച്ചിട്ടുണ്ട്. അതെന്തായാലും ബ്രിട്ടീഷ് രേഖയിൽ ഉണ്ടാവില്ലല്ലോ, അടി കിട്ടിയതല്ലേ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെയുള്ള ഈ കുറ്റങ്ങളൊക്കെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നേരെ കോഴിക്കോട്ടേക്ക് കലക്ടർ മേക്ലിന്റെ മുമ്പിൽ ഹാജരാക്കാൻ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞു. ഉമർ